നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് 2025 ആണ്ട് മാർച്ച് മാസം 13 വ്യാഴാഴ്ച. ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടവസ്തുക്കൾ അനുഭവത്തിൽ വരും. സുഖഭോഗങ്ങൾ ഏറും. പരീക്ഷണങ്ങളിൽ വിജയിക്കും. കലഹങ്ങൾ ഒഴിഞ്ഞു പോകും. അപ്രതീക്ഷിതമായി ധനനേട്ടം. വിദേശജോലികൾക്ക് കളമൊരുങ്ങും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അവസരങ്ങൾ കൂടും. എല്ലാ രംഗത്തും അഭിവൃദ്ധി. കുടുംബസുഖം. സഹോദര സഹായം. തിരികെ ലഭിക്കില്ലെന്ന് കരുതിയ പണം തിരിച്ചുകിട്ടും. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് ഗുണമേറും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആവശ്യപ്പെട്ട ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പഠിതാക്കൾക്ക് പഠനം, കല എന്നിവയിൽ മുന്നേറാനാവും. വിദേശ ബന്ധങ്ങൾ ഗുണകരം. കല, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വിജയം. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം എത്ര ശ്രമിച്ചാലും കുടുംബ വഴക്കുകൾ തീരില്ല. മുൻകോപം നിയന്ത്രിക്കേണ്ടതുണ്ട്. കലഹ സന്ദർഭങ്ങളെ ഒഴിവാക്കണം. അലസതയും മടിയും കൂടും. ധനത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. മോശം കൂട്ടുകെട്ടു മൂലം ദുശീലങ്ങൾ ഉണ്ടാകാൻ സാധ്യത. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ് ഇടപാടുകളിൽ വിദഗ്ധോപദേശം തേടുന്നത് പ്രയോജനകരമാവും. തീരുമാനങ്ങളിൽ ഉറച്ചുനിൽക്കാൻ ക്ലേശിക്കും. സംസാരവും പ്രവൃത്തികളും സൂക്ഷിക്കുക. അനാവശ്യമായി പണം ചെലവഴിക്കേണ്ടി വരും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുക്കളുടെ ഉപകാര സ്മരണയില്ലായ്മ വേദനിപ്പിക്കും. പിതാവിന്റെയും സ്വന്തവും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചതിക്കപ്പെടാനോ വഞ്ചിതരാകാനോ സാധ്യത. പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ ക്ലേശിക്കേണ്ടി വരാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരാവാനിടയുണ്ട്. മുതിർന്നവരുടെ ഉപദേശം തേടി വേണം എന്തും ചെയ്യാന്. ബന്ധുക്കൾ ശത്രുക്കളാകും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ലക്ഷ്യം നേടാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരും. തടസ്സങ്ങൾ മനസ്സിനെ പിറകോട്ട് വലിക്കാം. ജ്ഞാനവും ഇച്ഛയും ക്രിയയും ഏകോപിപ്പിക്കേണ്ട സന്ദർഭമാണ്. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം. ഇഷ്ടമല്ലാത്ത തൊഴിൽ ചെയ്യേണ്ടിവരും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആർഭാട ചെലവുകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അല്പം കൂടി ക്ഷമിക്കേണ്ടി വരും. കുടുംബത്തിൽ അസ്വസ്ഥത പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രേമകാര്യങ്ങളിൽ സമാധാനക്കുറവ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സമഭാവനയോടെയുള്ള പെരുമാറ്റം ആദരിക്കപ്പെടും. നവീന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാം. ചെലവ് വർദ്ധിക്കുമെങ്കിലും വരവും അതിനനുസരിച്ച് ഉണ്ടാകും. അനുകൂലമായ രീതിയിൽ ജോലിയിൽ മാറ്റം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം. തൊഴിൽ തേടുന്നവർക്ക് ന്യായമായ ജോലിയോ വരുമാന മാർഗമോ സിദ്ധിക്കും. പുതിയ മന്ത്രോപാസന വേണ്ടിവരും. പരസഹായത്താൽ സുഖാനുഭവങ്ങള്. ഗുരുഭക്തി. ധനാഭിവൃദ്ധി. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവരസാങ്കേതിക വിദ്യയിൽ നേട്ടങ്ങൾ കൈവരും. തീരുമാനങ്ങൾ ആലോചിച്ച് കൈക്കൊള്ളണം. തൊഴിൽപരമായ വിദേശയാത്രയ്ക്ക് ഉചിത സന്ദർഭമാണ്. മക്കളുടെ പഠനച്ചെലവിന് തുക കണ്ടെത്തും. ഭാഗ്യ സാഹചര്യങ്ങൾ തനിയെ വന്നു ചേരും. സ്ത്രീ ഗുണം. അത്തനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കർമ്മമേഖലയിൽ ഉണർവ് പ്രത്യക്ഷമാകും. വീടോ തൊഴിൽ സ്ഥാപനമോ നവീകരിക്കും. ബന്ധുക്കളെ സന്ദർശിക്കാനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും അവസരമുണ്ടാകും. കുടുംബസുഖം. വിവാഹബന്ധം വഴി ഉയർച്ച. ധനനേട്ടം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉപരിവിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് തൊഴിൽ വാഗ്ദാനങ്ങൾ കരഗതമാകും. കരാർ ജോലികൾ പുതുക്കി കിട്ടാം. വിദേശത്തുള്ളവർക്ക് പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ ഗുണം ചെയ്യും. വിശിഷ്ട വസ്ത്രാഭരണ ഭക്ഷണ സുഖം കിട്ടും. സാമ്പത്തിക നേട്ടത്തിന് വഴിയുണ്ടാകും. കുടുംബസുഖം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്യോഗസ്ഥർക്ക് സ്വന്തം വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചേക്കാം. കുടുംബ സ്വത്തിന്മേലുള്ള തർക്കം ഒരുവിധം പറഞ്ഞുതീരും. ജീവിത ശൈലീ രോഗങ്ങൾ കുറയുന്നത് ആശ്വാസമേകും. അലസത വിട്ടൊഴിയും. പൊതുരംഗത്ത് നേട്ടം. സഹോദര ഗുണം. യാത്രയിൽ നേട്ടം. ആഗ്രഹ സാഫല്യം. സംതൃപ്തി. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുണ്യകർമ്മങ്ങളിൽ ഭാഗമാകും. യാത്രകൾ സുഖകരമാകും. പുതിയ വാഹനം വാങ്ങും. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി വായ്പാ സൗകര്യം പ്രയോജനപ്പെടുത്തും. സ്ത്രീകൾ മുഖേന നേട്ടം. സുഹൃദ്ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സംഘടനാ പ്രവർത്തനങ്ങളിൽ എതിർപ്പുകൾ നേരിടേണ്ടി വരാം. കടം വാങ്ങാൻ പ്രവണയേറും. തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ വരാം. വിവാഹ ജീവിതത്തിൽ കല്ലുകടി. സ്ത്രീ സംബന്ധ വിഷയങ്ങളിൽ കരുതൽ വേണം. കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടാം. ആലസ്യം വർദ്ധിക്കും. സമയബന്ധിതമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ധനനേട്ടത്തിനു വേണ്ടി ചെയ്യുന്ന സംഗതികൾ പിന്നീട് പ്രയാസങ്ങൾക്ക് കാരണമാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാവാൻ അലച്ചിലേറും. കുടുംബത്തിൽ നയത്തോടെയും ചാതുര്യത്തോടെയും പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. ആരോഗ്യരക്ഷയിൽ ജാഗ്രത തുടരണം. പലവിധത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. ശത്രുക്കളിൽ നിന്നും ആപത്ത് വരാം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത സുഖം വർദ്ധിക്കും. ഇഷ്ടജനം വഴി നേട്ടങ്ങൾ കൈവരും.
ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖവും സമാധാനവും ഔദ്യോഗികമായി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തർക്കം, കലഹം, വ്യവഹാരം എന്നിവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാവും അഭികാമ്യം. എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവയ്ക്കുക. അപാഭീതി, ധനനഷ്ടം, രഹസ്യ ജീവിതം ഒഴിവാക്കുക. കൊടുക്കൽ വാങ്ങലുകളിൽ അതീവ ശ്രദ്ധ വേണം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ക്ഷമയോടെയും ലക്ഷ്യബോധത്തോടെയും പ്രവൃത്തികളിൽ മുഴുകേണ്ട സന്ദർഭമാണ്. സൗഹൃദങ്ങൾ എല്ലാം തന്നെ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രൊഫഷണലുകൾ മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവും. ധനപരമായി സമ്മർദ്ദങ്ങൾ ഉയർന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത കുറക്കരുത്. തസ്കര ഭയമുണ്ടാകും. അപവാദങ്ങളിൽ അകപ്പെടാതെ നോക്കണം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവാദങ്ങളിൽ നിന്നും ഒഴിയുന്നതാവും അഭികാമ്യം. ആദരണീയ വ്യക്തികളുടെ പിന്തുണ നേടും. പ്രവർത്തന മേഖല ലാഭകരമാവും. കർമ്മങ്ങൾക്ക് തടസ്സം നേരിട്ടാലും കാര്യങ്ങൾ അനുകൂലമാകും. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്വന്തം തൊഴിലിൽ വളർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുകൂല സമയം. കുടുംബാംഗങ്ങൾക്കിടയിലെ അനൈക്യം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങും. കുടുംബസമേതം വിനോദയാത്രകൾ നടത്താൻ സാഹചര്യമൊരുങ്ങും. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കും. ജോലി ലഭ്യത. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കടമകൾ ഭംഗിയായി നിറവേറ്റും. തൊഴിലിടത്തിൽ അംഗീകാരം കൈവരും. നൂതന സംരംഭങ്ങൾ തുടങ്ങാനുള്ള പര്യാലോചനകൾ പുരോഗമിക്കും. ദാമ്പത്യ പ്രശ്നങ്ങളെ ഒരുവിധം ഭംഗിയായി പരിഹരിക്കും. ഗുരു കാരണവന്മാരുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങി മുന്നോട്ടു പോകും. സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരങ്ങൾ. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബ ജീവിതത്തിൽ സന്തോഷം കൂടും. തൊഴിൽ രംഗത്തെ മളാനത മാറും. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കും. എല്ലാ കാര്യങ്ങളിലും സന്തോഷകരമായ ദിവസം. പ്രസന്നതയോടെ കാര്യങ്ങളെ നേരിടും. വായനാശീലം വർദ്ധിക്കും. സ്ത്രീകൾക്ക് ആഡംബര വസ്തുക്കളുടെ ലഭ്യത.